ഫിഗോ ആസ്പറാണ് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റീരിയോ ഒന്നും ഇതുവരെയായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ 4 ഡോർ സ്പീക്കറും JBL സ്പീക്കറും കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അൺപ്ലഗ്ഡ് വാനിൽ വരുന്ന ഒരു സ്റ്റീരിയോ ആണ് നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ഇതിൽ സ്റ്റീരിയോൻ്റെ വയറിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ കമ്പനി വയറിംഗ് എങ്ങനെയാണോ അതേപോലെ കറക്റ്റ് വയറിംഗ് ചെയ്യും. അതുപോലെ നമ്മൾ ഹീറ്റ് സ്ലീവ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇൻസുലേഷൻ ടേപ്പിനേക്കാളും നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ മുകളിൽ ഉപയോഗിച്ചത് ക്ലോത്ത് ആണ് കേട്ടോ. കമ്പനിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയിലാണെങ്കിൽ സ്പീക്കറിനോ അതുപോലെ തന്നെ സ്റ്റീരിയോയ്ക്കോ യാതൊരുവിധ വയറിംഗ് വരുന്നില്ല. കംപ്ലീറ്റ് വയറിംഗ് നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. ഇതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. കസ്റ്റമേഴ്സ് തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം കൂടുതലെടുത്താലും ചെയ്യുന്ന വർക്കുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത്. ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ വയറൊക്കെ സ്ലീവ് ചെയ്തിട്ടുള്ളത്. ഡോറിലേക്ക് നമുക്ക് JBL സ്പീക്കർ ആഡ് ചെയ്യാനുണ്ട്. സ്റ്റേജ് 1 400 വാട്ട്സ് വരുന്ന ഈ ഒരു സ്പീക്കറിന് നമുക്ക് 3999 രൂപയാണ് MRP വരുന്നത്. അതേപോലെ ഡോറിലൊക്കെ സ്പീക്കർ വെക്കുമ്പോൾ നമ്മൾ റെയിൻ ഗാർഡുള്ള സ്പേസർ ഉപയോഗിച്ച് സ്പീക്കർ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സ്പീക്കറിന്റെ വർക്കിങ്ങിലും അതുപോലെ തന്നെ നമുക്ക് വെള്ളമൊന്നും സ്പീക്കറിന്റെ മുകളിൽ ആവേണ്ടത് ഈ റെയിൻ ഗാർഡ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. JBL 4 സ്പീക്കറാണ് നമ്മൾ 4 ഡോറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പുറകുവശത്താണെങ്കിൽ നമ്മളൊരു HD ക്യാമറയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീരിയോനും ക്യാമറയ്ക്കും 1 ഇയർ റീപ്ലേസ്മെന്റ് വരില്ല കേട്ടോ. സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ മാറ്റിയിട്ട് പുതിയ പീസാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്കെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ വർക്കിങ്ങും ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടെന്ന്.